ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇതിൽ ഞാൻ ഉന്നയിച്ച വസ്തുതകൾക്ക് കഴമ്പുള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ടാണല്ലോ ഈ സ്റ്റേ അനുവദിച്ചത്. കോടതിയിൽ പോയ വ്യക്തി പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, സമൂഹത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന ഈ ഗുരുതരമായ അഴിമതി കൂടി കോടതി ശ്രദ്ധയിൽ വന്ന് കാണാം. ഇതിലൊരു അഴിമതിയുമില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയും സഹകരണ വകുപ്പ് മന്ത്രിയും ജനങ്ങളോട് മാപ്പ് പറയുകയാണ് വേണ്ടത്. സോഫ്റ്റ്വെയർ സ്ഥാപിക്കുന്നതിന് വലിയ തുക കോട്ട് ചെയ്ത ദിനേശ് PD സഹകരണ സംഘത്തിനാണ് ഇവർ സോഫ്റ്റ്വെയർ നിർമ്മാണത്തിൻ്റെ കരാർ ഏൽപ്പിക്കാൻ തീരുമാനിച്ചത്. ഇത് തെറ്റാണെന്നും ഇതൊരു വൻ അഴിമതിയാണെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ബന്ധപ്പെട്ടവർ കോടതിയിലേക്ക് പോയത്. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ലാഭകരമായ ഇടപാടാണെന്നാണ്. ബഹുമാനപ്പെട്ട സഹകരണ മന്ത്രി എന്താ പറഞ്ഞത്? ലാഭകരമായ ഇടപാടാണെന്നാണ്. സഹകരണ മന്ത്രി ഒന്നുകൂടി പറഞ്ഞു, ജനിക്കാത്ത കുഞ്ഞിൻ്റെ ജാതകം ഞാൻ നോക്കുകയാണെന്ന്. ഞാനീ ഇടപെട്ടത് കൊണ്ടാണ് ഇപ്പോൾ ഇത് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നത്. ഇവർ തെരഞ്ഞെടുപ്പ് ഇത്ര പെട്ടെന്ന് പ്രഖ്യാപിക്കേണ്ടി കരുതിയതല്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രത്യേക അനുവാദം വാങ്ങി ദിനേശ് PD സഹകരണ സംഘത്തിൻ്റെ കൺസോർഷ്യത്തിന് ഇവർ ഈ സോഫ്റ്റ്വെയർ നൽകാനുള്ള തീരുമാനമാണ് എടുത്തിരുന്നത്. ഇപ്പോൾ വാസ്തവത്തിൽ മുഖ്യമന്ത്രിയും സഹകരണ മന്ത്രിയും നട്ടാൽ കുരുക്കാത്ത നുണയാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞത്. അതുകൊണ്ടാണ് രണ്ടുപേരും മാപ്പ് ചോദിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടത്. എനിക്കറിയാം, മുൻകാലങ്ങളിൽ ഞാൻ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ അഴിമതി ആരോപണങ്ങളും വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. രേഖകളില്ലാതെ ഞാൻ ഒരു അഴിമതി ആരോപണം ഉന്നയിച്ചിട്ടില്ല. ആദ്യം മുഖ്യമന്ത്രി അന്നും ഇത് നിഷേധിക്കും. പിന്നീട് ഈ ആരോപണങ്ങൾ ഞാൻ ആവർത്തിക്കുമ്പോൾ, രേഖകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അദ്ദേഹം അവസാനം അത് പിൻവലിച്ചു പോകും. സ്പ്രിംഗ്ലർ ഇടപാടാണെങ്കിലും, ആഴക്കടൽ മത്സ്യബന്ധനമാണെങ്കിലും, ബെപ്കോ അഴിമതിയാണെങ്കിലും, പമ്പ മണൽക്കടത്താണെങ്കിലും, ഈ ബസുമായി ബന്ധപ്പെട്ട അഴിമതിയാണെങ്കിലും എല്ലാം ഞാൻ ഉന്നയിച്ചത് രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നു. അന്ന് ആദ്യമൊക്കെ എതിർക്കുന്ന മുഖ്യമന്ത്രിക്ക് പിന്നീട് വസ്തുത മനസ്സിലാക്കി പൊതുജന സമ്മർദ്ദം വർദ്ധിക്കുമ്പോൾ അദ്ദേഹം U-ടേൺ അടിച്ച ചരിത്രമാണ് കേരളത്തിൻ്റെ മണ്ണിലുള്ളത്. അപ്പോൾ സകല ആരോപണങ്ങൾ, അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ U-ടേൺ അടിച്ച് രക്ഷപ്പെടേണ്ടി വന്ന സാഹചര്യം കേരളത്തെ ജനങ്ങൾക്കറിയാം. ഇവിടെ നമുക്കറിയാം, ആദ്യം ഇത് ടെൻഡർ ചെയ്തപ്പോൾ TCS ആണ് ഇത് വാങ്ങിയത്. TCSനെ ഓടിച്ചു വിട്ടിട്ടാണ് ഇവിടെ ദിനേശ് PD സഹകരണ സംഘത്തിന് ഇത് കിട്ടത്തക്ക നിലയിൽ ഇത് രൂപകൽപ്പന ചെയ്തത്. ഏറ്റവും കുറഞ്ഞ് കോട്ട് ചെയ്ത കമ്പനിയേക്കാൾ 4 ഇരട്ടി തുക കോട്ട് ചെയ്ത CPM നിയന്ത്രണത്തിലുള്ള ദിനേശ് PD സഹകരണ സംഘത്തിൻ്റെ കൺസോർഷ്യത്തിന് അനധികൃതമായി ഇത് നൽകാനുള്ള നീക്കമായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, TCS പോലൊരു കമ്പനി ഒഴിവാക്കിയിട്ടാണ് ദിനേശ് PD സഹകരണ സംഘത്തിന് ഒരു കൺസോർഷ്യം 3-4 ഈ മേഖലയിൽ പരിചയമുള്ള പ്രസ്ഥാനങ്ങളെ കൂടി ചേർത്താണ് കൺസോർഷ്യം ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കുന്നതിനാണ് ഇവർ 4 ഇരട്ടി തുക കൊടുത്ത് ഇത് അവർക്ക് നൽകാനുള്ള നീക്കം ആരംഭിച്ചത്.